ഇതുപോലെ ഫ്രഷ് മീൻതല കിട്ടിയാൽ പിന്നെ ഒന്നും ആലോചിക്കരുത്. അവനെ അങ്ങോട്ട് ചട്ടിയിലാക്കിക്കണം. കുടംപുളി ഇട്ട മീൻകറി എന്നാ ടേസ്റ്റാണെന്നോ. അതും തലേന്ന് വെച്ചിട്ട് പിറ്റേന്ന് കൂട്ടണം. അത് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഈ തലക്കറി ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ ഈ തലക്കറി? അടുപ്പിൽ ചട്ടി കയറിയപ്പോൾ മുതൽ മക്കളും തലക്കറി കൂട്ടാനുള്ള ആകാംക്ഷയിലാണേ. പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഗ്രേവി അങ്ങോട്ട് ഈ പരുവമാകുമ്പം എന്നാ സ്മെല്ലാണ് വരുന്നതെന്നറിയുമോ. ചട്ടിയിൽ ഗ്രേവി ഒട്ടും തന്നെ പിടിക്കാതെ വിട്ട് കിട്ടുന്നതാണ് ഈ പരുവം. ആ സമയത്ത് വേണം ഇതുപോലെ വെള്ളം ഒഴിക്കാൻ. അതിനിടയ്ക്ക് ഞാൻ തക്കാളി ഇടാൻ മറന്നുപോയി. അതിനിടെ കുഞ്ഞിപ്പാത്ത് വന്ന് ഇരിപ്പ് ഉറപ്പിച്ച്. പിന്നെ അവളോട് കിന്നാരവും പറഞ്ഞായിരുന്നു ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തത്. പിന്നെ ഒരു കാര്യം, ഇതുപോലെ മീനിടുമ്പം ഹൈ ഫ്ലെയിമിലിട്ടേ മീനിടാവുള്ള. കുഞ്ഞിപ്പാത്തുമാണ് ഇരിപ്പിടം എൻ്റെ കയ്യിലാക്കി. മീൻകറിയുടെ ആവി പറക്കുന്ന കണ്ടുകൊണ്ട് മക്കളാണെങ്കിൽ അതിൻ്റെ പൊക്കത്തോടെ കൈ ഇട്ടാട്ടുന്ന കാണാൻ നല്ല രസമായിരുന്നു. ഈ ഇടയ്ക്ക് കരിയാപ്പല ഊരിയിടുന്നത് നല്ല ഫ്ലേവർ കിട്ടാനാണ്. അപ്പോൾ നമ്മുടെ തലക്കറി റെഡിയായി. എങ്കിൽ ശരി, ഞാൻ പോയി കഴിച്ചിട്ട് വരാം.